പ്രാർത്ഥനാ ഗീതത്തിലൂടെ ആരംഭിക്കും. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കൾച്ചറൽ ഫോറം കോർ ടീം അംഗങ്ങളും വർക്ക്ഷോപ്പ് അംഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത്രയും ധന്യമായ ഒരു സാന്നിധ്യം നമ്മുടെ ഉമ്മമാരെ ഒത്തൊരുമിപ്പിക്കുന്ന നമ്മൾ നടത്തിയ ഏറ്റവും നല്ല പ്രോഗ്രാം ഇതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങളുടെ ഉമ്മമാരെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒക്ടോബർ 1 വയോജന ദിനമാണെന്നത്. 1990 ഒക്ടോബർ 14 ഐക്യരാഷ്ട്ര സഭയുടെ അംഗീകാരത്തോടുകൂടി കൾച്ചറൽ ഫോറത്തിന് അതിൻ്റെ ഭാരവാഹികളായ അഷ്ഫാഖിനും അതിൻ്റെ മറ്റു ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാർമേഘം നിങ്ങൾക്ക് മേലെ തണലി വിരിച്ച് പനിനീർ കുടയുന്നതായിട്ടാണ് തോന്നുന്നത്. ഉമ്മമാരെന്ന് പറയുന്നത് നമുക്ക് സ്നേഹമാണ്. നമുക്ക് അവരുടെ അടുത്തിരിക്കുന്നത് ഭയങ്കരമായ അനുഭൂതിയാണ്. നമ്മുടെ എല്ലാ ടെൻഷനും തീരാണ്. ഇപ്പം ഞാൻ ഒരു ചെറുപ്പക്കാരനാണ്, യുവാവ് അണിനിരിച്ച അഷ്ഫാഖിനും അങ്ങനെ പറയുന്നതാണ്. പിന്നെ നമ്മൾ കുറേ ജോലികളൊക്കെ ചെയ്ത് കുറച്ച് സമയം ഉമ്മാനെ കാണാൻ പോയിട്ട് അടുത്ത് പോയിരുന്നാൽ അന്നേരം കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, വേറെ എവിടെ ഇരുന്നാലും നമുക്ക് കിട്ടുമോ? ഇല്ല. നമുക്കതൊരു ഭയങ്കര തണലും സമാധാനം അല്ലേ? കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മളെക്കാൾ ഉഷാറായിട്ട് ഈ അയൽക്കൂട്ടത്തിലും മറ്റും സേവന പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഉമ്മമാരുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുവേണ്ടി നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമി ഏരിയ കൺവീനർ ഫാസിന സാഹിബെ ക്ഷണിച്ചോളൂ. നിങ്ങളത് പ്രായത്തോടൊപ്പം തന്നെ അയൽക്കൂട്ടത്തിൻ്റെ ലീഡർഷിപ്പ് ഇതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരികളെയാണ് നമ്മൾ ആദരിക്കുന്നത്. 6 പേരാണ് നമ്മളങ്ങനെ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സംഗമം പരിശീലിത അയൽക്കൂട്ടായ്മ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കുന്ന നമ്മുടെ മുതിർന്ന അംഗമായ ആമിന മൊയ്തൂർ ക്ഷണിക്കുന്നു. CK കുഞ്ഞാഞ്ഞു, നമ്മുടെ കുഞ്ഞായിത്ത. അയൽക്കൂട്ടായ്മ 2 റംല AP പാലിയേറ്റീവ് രംഗത്ത് ഇപ്പം സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാവും കൂടിയായ റംല AP. സംഗമം പരിശീലിത അയൽക്കൂട്ടായ്മ 1 ശ്രീമതി ഗംഗാധർ. അയൽക്കൂട്ടായ്മ 21 റുഖിയ CK. അയൽക്കൂട്ടത്തിൻ്റെ സംബന്ധം 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മളെ കുട്ടികൾക്ക് എപ്പോഴും തിരക്കാം. എല്ലാ ഭാഗത്തും ഇതിന് പോകാനും പിന്നെ യോഗവും കമ്മിറ്റിയും എല്ലായിട്ട് ഇങ്ങനെ പോകാനാ നേരം. പിന്നെ അഷ്ഫാഖിന് എല്ലാ കാര്യത്തിനും പോകാനും വരാനും എല്ലാം അഷ്ഫാഖിന് എല്ലാ കാര്യം അഷ്ഫാഖിന് അള്ളാൻ്റെ ഭാഗത്ത് ഗുണമുണ്ടാകട്ടെ. ഈ അയൽക്കൂട്ടത്തിലുള്ള ഈ പലിശയില്ലാത്ത പൈസ കൊടുത്ത് പാവങ്ങളെ സഹായിക്കുന്ന എല്ലാ കാര്യവും ചെയ്യുന്നത് അഷ്ഫാഖിന് വേണ്ടി പ്രത്യേകം നിങ്ങളെല്ലാവരും പ്രാർത്ഥന 2 പേർക്കാണ്. അതാണ് വലിയ സപ്പോർട്ടാണ്.
അടുത്തത് കതിരോത്സവന്റെ അഭിമാനമായ സുഹറ. മൂന്നാം സമ്മാനം ചരക്കര പിടിക്കുന്നു. ചരക്കര സോണിലെ റംല എപി. നമ്മുടെ മാപ്പിളപ്പാട്ടിന്റെ താരമായ ഫസൽ ഖാൻ. താമരക്കുരുവിക്ക് തട്ടമിരേ സംഘത്തിനാവിന്റെ കമ്മലരെ ഹരിമുള്ള കഴുതിയിലേലസിരെ കുറുമക്കണിടയിൽ സൂര്യനരെ താമരക്കുരുവിക്ക് തട്ടമിരേ സംഘത്തിനാവിന്റെ കമ്മലരെ ഹരിമുള്ള കഴുതിയിലേലസിരെ. രണ്ട് മൂന്ന് സ്ഥാനക്കാരും അതുപോലെ 3 ആൾക്കാർ കുറച്ച് മികച്ചു നിൽക്കുന്നുണ്ട്. അവരെ 3 പ്രോത്സാഹന സമ്മാനം അവരിപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ്. കുറച്ചാളി കാത്തിക്കുന്നുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇതാ നമ്മൾ പ്രസിഡന്റിന് കൊടുക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ഹൃദ്യമായ രീതിയിലുള്ള അനുഭവമായിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹീതമായി എന്ന് തോന്നുന്നൊരു അനുഭവക്കുറിപ്പായിരുന്നു. അവരുടെ പ്രയാസങ്ങൾ, അവർ നേടിയ മുന്നേറ്റങ്ങൾ, അവർക്കുണ്ടായ ശാക്തീകരണങ്ങളൊക്കെ ആ അനുഭവക്കുറിപ്പിലൂടെ വായിക്കാൻ മനസ്സിലായി. 6 പേരെയാണ് നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റ്, പ്രസൻറ്റേഷൻ, ഫീലിംഗ് ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള നമ്മുടെ സമ്മാനം നൽകുന്നത് സാജിദ് കോമത്താണ്. അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവർക്കുള്ള സമ്മാനം എന്ന് പറയുന്നത് ഒരു സമ്മാനത്തോടൊപ്പം തന്നെ 6ാം മാസികയുടെ 6 മാസത്തെ അർദ്ധവാർഷിക വരി കൂടിയും അവർക്ക് ലഭിക്കും. ഈ രീതിയിൽ കൾച്ചറൽ ഫോറത്തിൻ്റെ ഒരു ഗിഫ്റ്റാണത്. ഞാനിവിടെ ആളുകളെ പ്രഖ്യാപിക്കുകയാണ്. 50ലാണ് 48.5 മാർക്ക് പോയിന്റ് നേടിക്കൊണ്ട് തെൻസീറ നവാസ്, 144 തെൻസീറ നവാസ്. ഇപ്പോൾ എൻ്റെ ഒരു ഡൗട്ട്, ബാലുശ്ശേരിയിലെ സോണിലെ ഒരംഗം 39 പോയിന്റ് നേടിക്കൊണ്ട് ഷമീമ ഷബീർ, 95 ഷമീമ ഷബീർ. 38 പോയിന്റ് നേടിക്കൊണ്ട് കതിരൂരിലെ 171 ബാനസീർ നൗഷാദ് 3ാം സ്ഥാനം നേടിയിരിക്കുന്നു. ബാനസീർ എവിടെ? 36 പോയിന്റ് നേടിക്കൊണ്ട് 65 അയൽക്കൂട്ടായ്മ 65 സൈതാരപള്ളി സോണിലെ ജുമാന അസിൻ. മാജിദ് ശരി പ്രസന്റ് വാങ്ങിക്കട്ടെ. പ്രസന്റ് ആരാന്ന് ഇങ്ങോട്ട് വരണം. ജുമാന അസിൻ 65 നമ്മൾ ബഷീറാന്റെ 35 പോയിന്റ് നേടിക്കൊണ്ട് 45 ചെറക്കരയിലെ നമ്മുടെ പ്രസിഡന്റും കൂടിയായ അഷീറ തൊയ്യബ്. എഴുതാൻ അറിയാവുന്നത് ശരി, ഓക്കെ. ഒരു രചന മത്സരത്തിൽ 100 കണക്കിന് ആളുകളിൽ നിന്നും സെലക്ട് ചെയ്ത 16ഓളം കഥകളും കവിതകളുടെ ഒരു മുഖങ്ങൾക്കപ്പുറം എന്നുള്ളൊരു പുസ്തകമാണ്. അതിവിടെ എഴുതിയ ആളെ ഞാൻ പരിചയപ്പെടുത്തിയാണ്. നമ്മുടെ ഇതിലൊരൊന്ന് നമ്മുടെ റംലത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ കിട്ടും. അത് ലൈബ്രറിയിലേക്ക് അവർ കൈമാറാണ്. നമ്മുടെ ലൈബ്രറിനെ ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്. ലൈബ്രറി മാറ്റി നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി പറയാൻ വേണ്ടി നമ്മുടെ കൾച്ചറൽ ഫോറം കൺവീനർ, വർക്ക്ഷോപ്പിന്റെ കൺവീനർ ഏതായാലും ഇന്ന് ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നിയ ദിവസമാണ്. കാരണം മെനഞ്ഞാന്ന് എൻ്റെ ഉമ്മാന്റെ ആദ്യത്തെ ആണ്ട് കഴിഞ്ഞതാണ്. 1 വർഷമായി എൻ്റെ ഉമ്മ എന്നെ വിട്ടുപോയിട്ട്. ഇന്ന് ഈ സദസ്സിൽ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരെക്കാളും മുമ്പേ കളിക്കാനും പാടാനും ഒക്കെ എൻ്റെ ഉമ്മ ഉണ്ടാവുമായിരുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരെയും കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മാനെ ഓർമ്മ വന്നുപോയി. ഏതായാലും ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും അല്ലാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ.